നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനിർത്തുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹം, ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ ധ്യാനിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായിട്ട് നന്ദി പറയാം. ഇന്നേ ദിവസം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഈ സമയം കഴിഞ്ഞ ആഴ്ചയിൽ ലഭിച്ചതായ അനുഭവങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞിട്ട് ശ്രീവായിക്ക് ശേഷമുള്ള നാലാമത്തെ ആഴ്ചയുടെ ഒരുക്ക ധ്യാനം എന്ന് ആരംഭിക്കുകയാണ്. നാൽപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ കുരിശുകൾ വരുന്ന വഴിയും കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴിയും കുരിശെടുത്ത് ഇടം പ്രാപിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥന, ധ്യാനം മുതലായവയെ കുറിച്ച് 42-ാം സങ്കീർത്തനത്തിൽ കോരഹൂത്തന്മാരുടെ ധ്യാനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മൾ ഇന്ന് എടുക്കുകയാണ്. 42-ാം സങ്കീർത്തനം അവസാനിക്കുന്നത്, എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 42-ാം സങ്കീർത്തനം അവസാനിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വിഷാദിച്ചുള്ളിൽ ഞരങ്ങേണ്ട സാഹചര്യങ്ങൾ വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ദൈവ പൈതൽ ആത്മാർത്ഥമായി ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചും തിരുവചനപ്രകാരം ജീവിക്കാൻ ആത്മാർത്ഥമായി ദൈവത്തെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വിഷാദിച്ചുള്ളിൽ ഞരങ്ങേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷെ നമ്മൾ ആ സാഹചര്യത്തെ എങ്ങനെ ഉയർപ്പിന്റെ അനുഭവമാക്കി അത് നമ്മുടെ ബോധവിചാര മണ്ഡല സ്വർഗത്തോളം എത്തിക്കുന്ന ഒരു അനുഭവമാക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇതാരാണിത് പറഞ്ഞിരിക്കുന്നത്? കോരഹൂത്തന്മാരുടെ ഒരു ധ്യാനം എന്നാണ് എന്റെ പേര്. കോരഹൂത്തന്മാർ ഞരങ്ങുകയും വിഷാദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവസാന നിമിഷത്തിൽ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് കോരഹൂത്തന്മാർ. സംഖ്യാപുസ്തകം 16-26 ഒക്കെയും ആ കാര്യം വിവരിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 16 പറയുന്ന കോരഹും പുത്രന്മാരും എല്ലാം നശിച്ചു പോയെന്നാണ്. എന്നാൽ 26-ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും ഒരു കൊച്ചു സൂചനയുണ്ട്, കോരഹപുത്രന്മാർ രക്ഷപ്പെട്ടു എന്നാണ്. കോരഹ്, ദാദാൻ, അബീരാം എന്ന് പറഞ്ഞ 3 പേരുടെ മത്സരം അന്നുണ്ടായിരുന്ന മോശയോടും അഹ്റോനോടും ദൈവത്തോടും എല്ലാം മത്സരിച്ചപ്പോൾ ഭൂമി വിളർന്ന് താഴേക്ക് പോയി നശിച്ച 3 കുടുംബങ്ങളാണ് കോരഹും ദാദാവും അബീരാമിന്റെ കുടുംബങ്ങൾ. എന്നാൽ അതിലെ കോരഹിന്റെ പുത്രന്മാർ മാത്രം രക്ഷപ്പെട്ടുവെന്ന് സംഖ്യാപുസ്തകത്തിൽ 26 സൂചനയുണ്ട്. അങ്ങനെ അവസാനമായി മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവർക്ക് ജീവന്റെ മാധുര്യം വളരെ അധികമായിരിക്കും. മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവരുടെ ജീവിതവും ജീവനും വളരെ വിലയേറിയതായി അവർക്ക് തോന്നും. അവരെ ജീവൻ രക്ഷിച്ച കാര്യം അനേകരോട് പറയുകയും ചെയ്യും. അങ്ങനെ കോരഹിന്റെ പുത്രന്മാർക്ക് പല സങ്കീർത്തനങ്ങൾ എഴുതാൻ കഴിഞ്ഞു. ഇനി 42 മുതൽ കോരഹിന്റെ പുത്രന്മാർ എഴുതിയ പല സങ്കീർത്തനങ്ങൾ ഇടങ്ങളിൽ കാണാൻ കഴിയും. അവയൊക്കെയും മരണത്തിന്റെ താഴ്വര വരെ ചെന്നതിന് ശേഷം ജീവനിലേക്ക് മടങ്ങി വരുന്ന കുരിശിന്റെ അനുഭവങ്ങൾ. യേശു മരണത്തിലൂടെ ജീവനിലേക്ക്, ഉയർപ്പിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ആ യേശു നമ്മളെ ആ പാതയിലൂടെ ആനയിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് നൽകട്ടെ. ശ്ലീബാ പെരുന്നാളിന്റെ ശേഷമുള്ള 4-ാം ആഴ്ചയിലെ ഒരനുഭവം ഇതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശാപം നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ സ്വല്പമെങ്കിലും അത് അനുഭവിക്കേണ്ടി വരും. അപ്പന്റെ ശാപം മക്കൾ അനുഭവിക്കേണ്ടി വരും. അമ്മയുടെ ശാപം, അപ്പന്റെ ശാപം, പൂർവികരുടെ ശാപം, ഇതിലെല്ലാം കെടുതികൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അന്യദേവനെ ആരാധിക്കുന്ന ഒരപ്പന്റെ 5-ാം തലമുറ വരെ ദൈവം ദണ്ഡിപ്പിക്കുമെന്നും അവരെ ശിക്ഷിക്കുമെന്നും 20-ാമത്തെ പുറപ്പാട് ദിവസം 20-5 നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർവികരുടെ പാപശാപങ്ങൾ നമ്മളെ തേടി വന്ന് നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മളെ അവരിൽ ദൈവം അടർത്തി മാറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുടെ സന്ദേശം ഇതിനകത്തുണ്ട്. കോരഹും പുത്രന്മാരും കുഴിയിലേക്ക് പോയത് മത്സരികളുടെ കൂട്ടുചേർന്നതുകൊണ്ടാണ്. ആ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ടാണ്. ആ സംഘത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ടാണ്. നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ മത്സരികളുടെ കൂട്ടിൽ ചെന്ന് വിടാൻ സാധ്യതയുണ്ട്. മത്സരികളായ മാതാപിതാക്കളുടെ മക്കളായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പലരുടെയും കൂട്ടുകെട്ട് നമ്മൾ
അറിയാതെ വന്നു ചേരും. പക്ഷെ അതിന്റെ കെടുതികൾ മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി അവരിൽ നിന്ന് വേർപെടുത്തി മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു അനുഗ്രഹത്തിന്റെ തലമുറയ്ക്ക് തുടക്കമിടാൻ കഴിയുമെന്നുള്ളതാണ് കോരഹ് നമുക്ക് തരുന്ന സന്ദേശം. കോരഹിന്റെ പുത്രന്മാർ. അപ്പോൾ അവരെ ഉള്ളിൽ വിഷാദിച്ച് നിരങ്ങിയപ്പോൾ അവർ ദൈവസന്നിധിയിൽ ഈ അപ്പന്റെ ഈ പരിപാടിക്ക് ഞങ്ങൾ കൂട്ടില്ല, അപ്പന്റെ മക്കളായി പോയതുകൊണ്ട് ഞങ്ങൾ ഈ കുഴിയിലോട്ട് വീഴുകയാണ്, ഞങ്ങൾ അപ്പനെ വീഴ്ചിരിക്കുന്നു, അപ്പന്റെ വഴിയെ വീഴ്ചിരിക്കുന്നു, സ്വർഗത്തിലെ പിതാവിനെയും ആ തിരുവചനങ്ങളെ മാത്രം ഞാൻ ആശ്രയിക്കുന്നു, ഞങ്ങൾ ആശ്രയിക്കുന്നു പറഞ്ഞപ്പോൾ ആ അപ്പനും മക്കൾക്കും തമ്മിൽ ഒരു വെടമുണ്ടാക്കി, ഒരു മറയുണ്ടാക്കിയിട്ട് അപ്പനെ താഴോട്ട് തള്ളിയിട്ട് മക്കളെ കുഴിയിലോട്ട് പെറുക്കിയിട്ടു. അങ്ങനെ അവർ രക്ഷപ്പെട്ടതാണ് 42-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം. 10-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവം എവിടെ എന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികൾ തർക്കത്തെക്കൊണ്ട് എന്നെ നിന്ദിക്കുന്നു. അപ്പോൾ ഈ കോരഹും പുത്രന്മാരും എല്ലാം മിസ്രയീമിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ്, ചെങ്കടലിൽ കടന്നവരാണ്, അത്ഭുതകരമായി ദൈവത്തിന്റെ രക്ഷ ആസ്വദിച്ചവരാണ് ഈ കുടുംബം. അവര് മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിറുപിറുപ്പ് കൊണ്ട് അവർക്ക് കർത്താവിനെ ദുഃഖിപ്പിക്കേണ്ടി വന്നു. അപ്പൊ ദൈവം അവരെ വിട്ടുപോയപ്പോൾ നിന്റെ ദൈവം എവിടെ പോയി എന്ന് മറ്റുള്ളവർ വെച്ച് കളിയാക്കാനിടയായി. അപ്പൊ നമ്മൾ നമ്മുടെ സന്നിധിയിൽ നിന്നും ദൈവത്തിന്റെ താങ്ങുന്ന കരം മാറിയിട്ട് അത് കോപത്തിന്റെ കരമായി ഉയർന്നു കഴിയുമ്പോഴാണ് നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുന്നത്. പക്ഷെ കൈ നമ്മുടെ അടുത്ത് നിന്ന് മാറി നമ്മൾ അറിയണമെന്നില്ല. നമ്മുടെ തോന്നലുകളിലും വിചാരങ്ങളിലുമാണ് അത് ആരംഭിക്കുന്നത്, മത്സരത്തിന്റെ ആഭിചാരദോഷം. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ദൈവത്തോട് കോപിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന അനുഭവം ആലോചനകളിലാണ് കടന്നു വരുന്നത്. ദൈവം നമ്മിൽ നിന്ന് മാറുകയല്ല, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറുന്നതാണ് ആദ്യം സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാറില്ലെന്ന് മാത്രം. എല്ലാ ദിവസവും അത് പരിശോധിക്കണം. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞ് എന്റെ അസ്ഥികൾ തർക്കത്തെ കൊണ്ട് നിന്ദിക്കുമ്പോൾ ദൈവം നമ്മളെ വിട്ടുപോയതല്ല, നമ്മൾ ദൈവത്തെ വിട്ടുപോയതാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വിട്ടുപോയിക്കൊണ്ടിരിക്കും. പലരെ കൊണ്ടും അങ്ങനെ ചോദിപ്പിക്കാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കും. ഉടനെ തന്നെ ദൈവമേ ഞാൻ നിന്നെ വിട്ടത് എവിടെയാ, ഞാൻ നിന്നിൽ നിന്ന് അകന്നത് എങ്ങനെയാണ്, എവിടെയാണ്, ഉടനെ ആലോചന അന്വേഷണം തുടങ്ങിയാൽ നമുക്ക് ദൈവസ്ഥയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. മറ്റുള്ളവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ദൈവസ്ഥയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും എന്നുള്ളതും ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കണം. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഈ ചോദ്യം പലരും നമ്മൾ ചോദിച്ചു കാണും. ധ്യാനമന്ദിരത്തിൽ സങ്കേതമന്ദിരത്തിലൊക്കെ വരുന്നവരുടെ വീട്ടിൽ തുടർച്ചയായ അനർത്ഥങ്ങൾ വരുമ്പോൾ നിന്റെ ദൈവം എവിടെ പോയി, ഞങ്ങൾ പള്ളിയിലും പോകുന്നില്ല, ധ്യാനിക്കാനും പോകുന്നില്ല, പോകുന്നില്ല, ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ ഇരിക്കപ്പെടുന്നില്ലാത്ത സ്വസ്ഥതയില്ലാത്ത എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെ ദൈവത്തിന് വേണ്ടിയവരാക്കാൻ വേണ്ടി തിന്മയുടെ അവകാശം തീർക്കാൻ വേണ്ടി തിന്മയ്ക്ക് ചിലപ്പം വിട്ടുകൊടുക്കുകയും ചെയ്യും. നമുക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മളെ ദൈവത്തോടുകൂടെ അടുക്കുന്നവരാകാൻ, ദൈവത്തോട് ഒന്നുകൂടെ നമ്മുടെ ചിന്താഗതിയിൽ ദൈവത്തിന്റെ മനസ്സിനോട് അനുരൂപമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അതിനകത്തുണ്ട്. അപ്പൊ ദൈവം എവിടെ പോയി നമുക്കും തോന്നാം, മറ്റുള്ളവർക്കും തോന്നാം. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ നേടാനുള്ള ബന്ധപ്പാടിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്ന് അകന്നുപോയി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. ലോകത്തെ രക്ഷിക്കാൻ വന്ന ദൈവത്തിന്റെ പുത്രന് പോലും അങ്ങനെ തോന്നി കുരിശേ കിടന്നപ്പം, പിതാവേ നീ എന്നെ കൈവിട്ടോ. അപ്പൊ മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ബന്ധപ്പാടിൽ കൈവിടപ്പെടലും ഒറ്റപ്പെടലും കുരിശിന്റെ ഒരു അനുഭവമാണ്. സങ്കേതഭവനത്തിൽ വരുന്നവരെല്ലാം കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള ബന്ധപ്പാടിലാണ് ഇവിടെ ഈ സ്വയപരിശോധന സഹായം വെച്ചിരിക്കുന്നത്. വരുന്നവരെല്ലാം മുടക്കികളെയും മുടക്കിത്താങ്ങുകളെയും ശാപങ്ങളെയും ബന്ധനങ്ങളെയും എല്ലാം കണ്ടെത്തി പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. യേശു മനുഷ്യരെ രക്ഷിക്കാൻ വന്നതുകൊണ്ട് വരുന്നവരുടെ പാവങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവരെ ശാസിക്കുകയും അവരെ അനുതാപത്തിലേക്ക് ആനയിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യരെ അതുവരെ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന തിന്മ മുഴുവൻ യേശുവിന്റെ കൂടെ കൂടി അത് ഗസവനാത്തോട് ചങ്കുകൊട്ടുന്ന വേദനയാക്കി പ്രാർത്ഥിക്കാൻ മേലാത്ത പരുവത്തിലായി അവസാനം കുരിശേ കിടന്നുകൊണ്ട് പിതാവെ നീയും എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കേണ്ടി വന്നു. പിതാവ് എവിടെ പോയി എന്ന് പുത്രന് പോലും തോന്നിപ്പോയി. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യരെ നേടാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് താന്നു പോകുമ്പോൾ, കൈ നീട്ടിക്കൊണ്ട് പാതാളം വരെ പോകുമ്പോൾ പാതാളത്തിന്റെ ആ സ്ഥിതിയിൽ ആരും ചോദിച്ചു പോകും, ദൈവമേ നീ എവിടെ പോയി, ഇത്രയും നാളത്തെയും പ്രാർത്ഥിച്ചിട്ട് നീ എന്നെ കൈവിട്ടു എന്നൊക്കെ തോന്നാം. ഇതൊക്കെ കുരിശിന്റെ അനുഭവങ്ങളാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ കുരിശിന്റെ അനുഭവങ്ങളാരും നിരാശപ്പെടരുത്, നിരീശ്വരവാദികളാകരുത്. അതൊക്കെയും ഉയർപ്പിന്റെ അനുഭവത്തിന്റെ തൊട്ടടുത്തതാണ്. യേശു അങ്ങനെ ചോദിച്ചതിന്റെ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ അങ്ങനെയെങ്കിൽ വളരെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, മുഴുവൻ അന്ധകാരം, ആരുമില്ല, എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു.
എല്ലാവർക്കും അസുഖം, എല്ലാവർക്കും തടസ്സങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ പലർക്കും തോന്നും ദൈവം ഇവരെ കൈവിട്ടതാണെന്ന്. പക്ഷേ ദൈവത്താൽ കൈവിടപ്പെട്ട് രക്ഷിക്കാനുള്ള ബന്ധപ്പാടിൽ വന്ന കുരിശിന്റെ അനുഭവമാണെന്ന് തിരിച്ചറിയാമെങ്കിൽ ഒരു ഉയർപ്പ്, ഒരു സ്വർഗാരോഹണം തൊട്ടടുത്തുണ്ട് എന്നുള്ള പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കോരഹ് പുത്രന്മാരുടെ അനുഭവത്തിൽ 42-ാം സങ്കീർത്തനത്തിലെ 10-ാമത്തെ വാക്യത്തിൽ അതിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം യേശുവിനെ കുറിച്ച് വരെ ഉണ്ടായി. ഇപ്പം നമ്മളെക്കുറിച്ച് ചോദിക്കുന്നതിന് എന്താ അതിശയം? അപ്പോഴും പതറാതെയും നിരാശപ്പെടാതെയും ദൈവത്തിൽ പിടിച്ചു നിൽക്കാമെങ്കിൽ എന്റെ കൂടെ ദൈവം ഉണ്ടോ എന്നുള്ള കാര്യം ദൈവം കാണിച്ചു കൊടുക്കട്ടെ, അതുവരെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഈ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ എന്റെ അശുദ്ധികളെല്ലാം മാറാൻ, ദൈവത്തിന്റെ എല്ലാ ന്യായവിധിയും എന്റെ മേൽ വരാൻ, അങ്ങനെ ഞാൻ എന്നെ തന്നെ ന്യായവിധി ഇത്രയും വന്നുള്ളല്ലോ ദൈവമേ, ഇതിനേക്കാൾ വലുത് വരാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ന്യായവിധിക്കാമെങ്കിൽ ആ പുത്രൻ പിതാവിനാൽ തന്നെ ദൈവാത്മാവിൽ ഉയർത്തപ്പെട്ട് സ്വർഗത്തോളം കയറിപ്പോയെന്നുള്ള കാര്യം നമുക്കറിയാം. ആ പ്രതീക്ഷ ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകട്ടെ. 9-ാം വാക്യത്തിൽ നീ എന്നെ മറന്നതുകൊണ്ട്, ശത്രുവിന്റെ ഉപദ്രവം നിമിത്തം ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുകൊണ്ട് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അനുഭവം, ദൈവം നമ്മളെ മറന്നു എന്ന് തോന്നത്തക്കതായ സാഹചര്യം, ശത്രുവിന്റെ ഉപദ്രവം ഒരു നിവൃത്തിയില്ലാതെ അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ദുഃഖിച്ച് നടക്കേണ്ടി വരിക, ദൈവം അനങ്ങുന്നില്ല. ഇത് നമുക്കുണ്ടാകാം. അത് യേശുവിന് ആ അനുഭവം ഉണ്ടായത് നമ്മളെ പാതാളത്തിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ വേണ്ടി പാതാളം വരെ വന്നതുകൊണ്ടാണ്. ഇവിടെ വരുന്ന ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ പാതാളം വരെയുള്ള പ്രശ്നം എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ അനുഭവം ഞങ്ങൾക്കും വരും. ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചോർന്നൊഴിച്ച് കിടക്കുന്നു. ഇതൊന്നും വൃത്തിയാക്കാൻ നേരമില്ല, ഇത് നന്നാക്കാൻ നേരമില്ല, അതിന് സമയമില്ല. കഷ്ടിച്ചിരുന്ന് ഓടിക്കാനല്ലാതെ ഒന്നിനും സമയമില്ല. ഇത് കഴിഞ്ഞാൽ പോയി കിടക്കേണ്ടി വരിക, അത് കഴിഞ്ഞാൽ ഓടേണ്ടി വരിക. ഒന്നും ചെയ്തു പറ്റിക്കാൻ ഒക്കാത്ത തരത്തിൽ ദൈവം എന്നെ മറന്നോ, ഞങ്ങളെ മറന്നോ എന്ന് തോന്നത്തക്ക തരത്തിൽ എല്ലാം അനിശ്ചിതാവസ്ഥയിലാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കുരിശിന്റെ ഭാഗമാണെന്ന് പറഞ്ഞത്. പക്ഷെ ഈ സങ്കീർത്തനം വായിച്ചാലുള്ള ഗുണം ഇതെല്ലാം നമ്മളെ കർത്താവിനോട് പറ്റിച്ചേരുന്ന അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇതിനെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തണം. നീ എന്നെ മറന്നോ എന്താ, ശത്രുവിന്റെ ഉപദ്രവം നോക്കി ഞാൻ ദുഃഖിച്ച് നടക്കുന്ന കാര്യം എന്താ? അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന ഇതെന്റെ പാറയായ ദൈവത്തോട് പറയുമെന്നാ പറഞ്ഞു. ഇത് വേറെ ആരോടും പറയാനില്ല. ഇത് വേറെ ആരോടും പറഞ്ഞ ആരുടെയും വിശ്വാസം കെടുത്താനല്ല, വേറെ ആളെ നിരാശപ്പെടുത്താനല്ല. ഇത് കർത്താവിനോടെ പറയാവൂ. ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും, ദൈവം എവിടെ പോയി, എന്നെ എന്താ മറന്നത്, ഒരു മറുപടി ഇല്ലല്ലോ, എല്ലാം പോയല്ലോ, എല്ലാവരും എന്നെ തലയിൽ കയറാൻ വരുന്ന വരുന്നവരെല്ലാം എന്നെ മേലെ കയറുന്ന എന്താ, ദൈവം എന്നെ അനങ്ങാതിരിക്കും, നിനക്ക് തോന്നാം. ഇതെല്ലാം കർത്താവിനോട് അങ്ങ് പറയാമെങ്കിൽ കർത്താവ് അതിനെല്ലാം മറുപടി തരും, നമ്മുടെ നന്മയ്ക്കാകും എന്നുള്ള പ്രതീക്ഷ ഈ സങ്കീർത്തനക്കാരൻ നമുക്ക് തരുന്നു. 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹോവ പകൽ നേരത്തെ തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്തെ ഞാൻ അവനെ പാട്ടുപാടിക്കൊണ്ടിരിക്കും, എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അപ്പൊ 42-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ മറ്റു അനുഭവങ്ങൾ വരുമ്പോഴും നമ്മളെ മറ്റൊരു അനുഭവത്തിലേക്ക് ഇത് അനയിക്കുകയാണെന്നുള്ള കാര്യം ഈ സങ്കീർത്തനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. 7-ാം വാക്യത്തിൽ നിന്റെ വെള്ളച്ചാട്ടങ്ങളുടെ മുഴക്കത്താൽ ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും നിരാലുകളും എന്റെ മീതെ കടന്നു പോകുന്നു. വലിയ സമുദ്രത്തിന്റെ അടിയിൽ പോയി കിടക്കുന്ന പോലെ ഉള്ള അനുഭവം നോക്കാതെ, യോന കടലാനയുടെ വരിക നയ്യം വിളിച്ചതുപോലെ നമ്മൾ ഒരു നിവൃത്തിയില്ലാത്ത തരത്തിൽ ഞെരുങ്ങി നിലവിളിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നിന്റെ ഓളങ്ങളും തിരമാലകളും എന്റെ മീതെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ഓളങ്ങളുടെയും തിരമാലകളുടെയും കീഴെ കിടക്കുന്ന പോലെ ഒരു അനുഭവം വരാം. അതും കുരിശിന്റെ അനുഭവമാണ്. 6-ാം വാക്യത്തിൽ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. അപ്പൊ ദൈവമേ, എന്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു എന്ന് കർത്താവിനോട് പറയാൻ സാധിക്കുമോ? അവിടെ ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് പറയാനൊക്കുവോ? ഈ അനുഭവത്തിൽ ദൈവത്തെ നമുക്ക് ഓർക്കാനൊക്കുവോ? ദൈവം നമ്മളെ മറന്നെന്ന് തോന്നുമ്പോഴും നമുക്ക് ദൈവത്തെ ഓർക്കാനൊക്കുവോ എന്നുള്ള കാര്യം ഇവിടെ ചോദിക്കുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ എന്റെ ആത്മാവിനെ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നുണ്ട്. ഇപ്പൊ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ആത്മാവിനോട് തന്നെ ചോദിക്കാമെന്നാ പറയും. നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും അസ്വസ്ഥമായിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് സജീവമായി ദൈവത്തോട് ബന്ധം പുലർത്താൻ തക്കോണം ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശിക്കുക നൽകട്ടെ. നമ്മുടെ ആത്മാക്കളുടെ പ്രത്യേകത ലോകാരംഭത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെടുകയും പുത്രന്റെ ഉള്ളിൽ ആക്കപ്പെടുകയും പുത്രനോടൊപ്പം കുരിശിൽ വേദന സഹിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ആത്മാക്കൾ കൊണ്ട് എഫേസ്യയിലെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ പാതാളത്തിൽ കിടക്കുന്നതെന്ന് തോന്നിയാലും
ദൈവം നമ്മളെ മറന്നെന്ന് തോന്നിയാലും, ദൈവം നമ്മുടെ മാത്രം കേൾക്കുന്നെന്ന് തോന്നിയാലും നമുക്ക് പ്രത്യാശിക്കും. അതുകൊണ്ട കാര്യം, സ്വർഗത്തിലിരിക്കുന്ന ഒരു വശം നമുക്കുണ്ട്. നമ്മുടെ ആത്മാക്കൾ സ്വർഗം വരെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ആ ആത്മാവിന്റെ അടുത്തേക്ക് നമ്മുടെ ഓരോ ദിവസം പ്രാണൻ കടന്നു പോകണം. പ്രാണൻ മുഴുവൻ ചെയ്യുന്നതിന് ശേഷം ശരീരം കണ്ണടച്ചു കൊടുക്കുന്നതിൽ തേജസ്കരിക്കപ്പെട്ട് എടുക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഈ പ്രത്യാശ നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ യേശു നമ്മളെയും വഹിച്ചുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ ഇരിക്കുന്നു എന്നുള്ള ആരും മറക്കരുത്. ഏത് പ്രയാസത്തിന്റെയും മധ്യത്തിൽ അതായിരിക്കട്ടെ നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യം, എന്റെ ആത്മാവ് സ്വർഗത്തിലുണ്ട്. ആ ആത്മാവിനോട് ചേരുന്ന ഓരോ ദിവസത്തെയും ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രാണൻ ആ ആത്മാവിനോട് ചേരുകയാണ്. അത് യേശുവിന്റെ മാറിൽ മറയുകയാണ്. അത് കഴിയുമ്പോൾ എനിക്ക് ഈ കഷ്ടമെല്ലാം മാറും, അവൻ എന്റെ ശരീരത്തെയും ഉദ്ധരിക്കും. ഈ പ്രത്യാശയാണ് ഏറ്റവും വലിയ പ്രത്യാശ. അതാണ് നമ്മുടെ വിശ്വാസം. 42 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസ്ഥിതിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന ജനാവലിയുടെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുള്ള സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്ന് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം, കോരഹപുത്രന്മാർ ദൈവത്തോട് ചേരാനുള്ള പ്രത്യാശയിൽ അപ്പന്റെ പാപത്തോട് യാത്ര പറഞ്ഞ് സത്യദൈവത്തിലും സത്യദൈവത്തിന്റെ വചനത്തിലും അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ ആ ആഗ്രഹമാണ് അവർക്ക് യേശു പർദീസായിലേക്ക് കയറി സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഈ കോരഹപുത്രന്മാരെ കൊണ്ട് പോകാൻ സാധിച്ചത്. ഇന്ന് നീ എന്നോട് പർദീസായിരിക്കും എന്ന് പറഞ്ഞ കള്ളനോട് പറഞ്ഞ വചനം അന്വർത്ഥമായത് ഈ കോരഹപുത്രന്മാർക്കും അന്വർത്ഥമായി. ആദാമിന് ഹൗവയ്ക്കും എല്ലാ പ്രവാചകന്മാർക്കും ഈ കോരഹപുത്രന്മാർക്കും യേശു പാതാളത്തിൽ പോയി പ്രസംഗിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി ഇവരെ കൈപിടിച്ചോണ്ടാ പോയി. അതുവരെയും അവരുടെ ഈ 42-ാം സങ്കീർത്തനത്തിലെ ആഗ്രഹം പ്രാർത്ഥനയായി ഞാൻ ഉരുവിട്ടുകൊണ്ടായിരുന്നു. ഞാൻ അതിനോട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അവിടെ ആത്മാക്കൾ. അതുകൊണ്ട് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആത്മാവ് ദൈവത്തോട് ചേരുവാനുള്ള കാംക്ഷ അത് കെട്ടുപോകാതിരുന്നാൽ മതി. കുരിശിൽ കൂടെയും പാതാളത്തിലൂടെയും നമ്മുടെ പ്രാണനെ ആ ആത്മാവ് ദൈവത്തോട് പറ്റിച്ചേർന്നിട്ട് നമ്മുടെ പ്രാണനെ അവിടെ എത്തിക്കും. ഇത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പുള്ളതാണ് ഈ സങ്കീർത്തനം. യേശുവിന്റെ ഈ ലോകത്തിലെ മനുഷ്യാവതാരത്തിനും കഷാനുഭവത്തിനും മുമ്പ് അവർക്ക് അന്നുണ്ടായ കഷാനുഭവങ്ങളെ ദൈവത്തോട് പറ്റിച്ചേരുവാനുള്ള ആഗ്രഹമാക്കി മാറ്റിയതുകൊണ്ട് കോരഹപുത്രന്മാർക്ക് യേശു കാൽവറിയിൽ മരിച്ച് പാതാളത്തിലൂടെ സ്വർഗത്തിലേക്ക് പോയ വഴി അവർക്കും കൂടെ പോകാനൊത്തു. ഇതുപോലെ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം, ഇപ്പോൾ എന്റെ ആത്മാവ് സ്വർഗത്തിലുണ്ട്. കോരഹപുത്രന്മാരുടെ കാലത്തേക്കാൾ ഒരു പടിയുടെ കടന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. കോരഹപുത്രന്മാരുടെ അവരുടെ ആത്മാവും അവരുടെ പ്രാണനും അവരുടെ ജീവനും എല്ലാം കക്ഷത യാതനകളിൽ കിടന്ന് ഉരുളുന്ന സമയത്ത് ഈ പ്രത്യാശ വെച്ചതുകൊണ്ട് കർത്താവിന്റെ ഉയർപ്പിന്റെ സമയം ഇവർക്കും കൊണ്ട് പർദീസായിലോട്ട് കയറാൻ അവസരം ലഭിച്ചു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മാക്കൾ കർത്താവിന്റെ ഉള്ളിൽ ഉള്ള അവസ്ഥയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രാണനും നമ്മുടെ ശരീരവും മാത്രമേ ഈ പാപയാതനകൾക്ക് ബന്ധപ്പെടുന്നുള്ളൂ, അതിന് കീഴ്പ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും എന്റെ ആത്മാവ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ അകത്തുണ്ട്. എന്റെ ഇന്നത്തെ പ്രാണനും കൂടെ അവിടെ എത്തണം, എന്റെ ഇന്നലത്തെ പ്രാണനോടെ എത്തണം. എന്റെ 100% പ്രാണനോടെ എത്തിക്കഴിഞ്ഞാൽ ആത്മാവിനോടൊപ്പം യേശുവിന്റെ മാറിൽ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കും. യേശു വരുമ്പോൾ ഈ പ്രാണനെ മുഴുവൻ തിരികെ കൊണ്ടുവന്നിട്ട് അതിന് ആ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തിലാക്കിയിട്ട് ദേഹവും ദേഹി ആത്മാവും രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഈ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും എന്റെ ആത്മാവെ നീ വിഷാദിച്ചു ഞരങ്ങുന്നുണ്ട്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശേഷയും എന്റെ ദൈവമാകുന്നത് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇന്ന് ഞാൻ സ്തുതിക്കും, നാളെ സ്തുതിക്കും, യേശു വരുന്നവരെ സ്തുതിക്കും. ഈ പ്രത്യാശയുള്ളവർക്കൊന്നും പേടിക്കേണ്ട. സ്വർഗത്തിലെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യുന്നവർ പ്രീമിയം അടയ്ക്കുന്ന പോലെ കർത്താവിനെ സ്തുതിച്ചാൽ മതി. അപ്പോൾ എല്ലാം നന്മയ്ക്കായി തീരും, എല്ലാം ലാഭമായി തീരും. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെ. വിശുദ്ധ മർക്കോസ് 10-ന്റെ 1 മുതൽ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് യോർദാനക്കരെ യഹൂദിയയുടെ അതിർത്തിയിൽ ചെന്നു. അവിടെ വലിയ ജനസമൂഹം അവന്റെ അടുക്കൽ ചെന്നു. പതിപോലെ അവൻ അവരെ പഠിപ്പിച്ചു. പരീക്ഷകർ അവന്റെ അടുക്കൽ ചെന്ന് പരീക്ഷിച്ചുകൊണ്ട്, ഒരുവൻ നിന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. അവൻ അവരോട്, മോശ നിങ്ങളോട് എന്ത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു.
മോചനപത്രം കൊടുത്ത് പിരിച്ചുവിടുവാൻ മോശ ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. യേശു ഉത്തരമായ പ്രകാരം പറഞ്ഞു, മോശ നിങ്ങളെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ഈ നിയമം എഴുതിയത്. എന്നാൽ ആദിയിൽ ദൈവമാണും പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചു. അതിനാൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെ വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. പിന്നെ അവർ രണ്ടല്ല, ഏക ശരീരം അത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർതിരിക്കരുത്. വീട്ടിൽ വെച്ച് ശിഷ്യർ പിന്നെയും അവനെ യേശുവിനോട് ചോദിച്ചു. അവൻ അവരോട്, തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ഒരു സ്ത്രീയെ പരിഗ്രഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യ തന്റെ ഭർത്താവിനെ വിട്ട് മറ്റൊരുവനോട് ചേർന്നാൽ അവളും വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു തൊട്ട് അനുഗ്രഹിക്കേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ തടഞ്ഞു. അത് കണ്ട് നീരസപ്പെട്ട് യേശു അവരോട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുകയും അവരെ തടയരുത്. ദൈവരാജ്യം ഇവരെ പോലെയുള്ളവരുടേതല്ലോ. ഒരു ശിശു എന്നപോലെ ദൈവരാജ്യത്തെ സ്വീകരിക്കാത്തവൻ ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിന്നെ അവൻ ശിശുക്കളെ തന്നെ മാറോടണച്ച് അവിടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്ലീബായ്ക്ക് ശേഷമുള്ള 4-ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാവം വായിച്ചിരിക്കുന്നു. കുടുംബജീവിത പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ കുറിച്ച് പഠിക്കുവാനാണ് ഈ ഉത്തരവിന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുടുംബജീവിതത്തെക്കുറിച്ചും സഭാജീവിതത്തെക്കുറിച്ചുള്ളതായ നിയമങ്ങൾ നമുക്ക് എങ്ങനെ കുരിശുണ്ടാക്കും. 42-ാം സങ്കീർത്തനത്തിൽ നിന്റെ സൃഷ്ടാവാകുന്നതിന്റെ ഭർത്താവ്, ആ ഭർത്താവിനോട് പറ്റിച്ചേരുവാനാണ് നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ്. നമ്മുടെ പ്രാണനും സൃഷ്ടാവായ ഭർത്താവിനോട് പറ്റിച്ചേരണമെന്നുള്ള ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ അവിടെ കുരിശുണ്ടാകുന്നു, അവിടെ വേദന വരുന്നു, അവിടെ നിയമലംഘനങ്ങൾ വരുന്നു. അത് പീഡനങ്ങൾ വരെയും നമ്മൾക്ക് വരുത്തുന്ന അനുഭവത്തിലേക്ക് ആനയിക്കുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി മനപ്പൊരുത്തത്തോടെ ജീവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവിടെ വിടവുകളും മുള്ളലുകളും വരുമ്പോൾ അവിടെയും കുരിശ് വരുന്നു. ഇതിനെ ആത്മീയ ജീവിതമായാലും കുടുംബജീവിതമായാലും സഭാജീവിതമായാലും നിയമങ്ങൾ ലംഘിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് കുറ്റങ്ങളിലേക്കും പാപങ്ങളിലേക്കും ശിക്ഷണങ്ങളിലേക്കും വരുന്നു. പാപവും കുറ്റവും ശിക്ഷണത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നു. അത് വേദനജനകമാണ്. അങ്ങനെ മനുഷ്യജാതിയെ അനുഭവിക്കേണ്ടതായ ആ ശിക്ഷ തനിക്ക് വഹിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് യേശു മനുഷ്യനായി വന്ന് വഹിക്കാൻ പാടില്ലാത്തൊരു ദാനം കേട്ടത്. അതുകൊണ്ട് ദൈവം 10 കൽപ്പന കൊടുത്തതുകൊണ്ടാണ് മനുഷ്യർ പാപം ചെയ്യേണ്ടി വന്നത്. പാപം ചെയ്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടേണ്ടി വന്നത്. ആ ശിക്ഷ അവരനുഭവിച്ചാൽ അവർക്ക് സഹിക്കാൻ നിർത്തിയില്ലാതെ അവർ തകർന്ന് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ട് ആ ശിക്ഷ ഏറ്റെടുക്കാൻ യേശു കടന്നു വന്നു. ആശ്രമത്തിന് ഒരു ട്രസ്റ്റിന്റെ നിയമം വന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രതികളായിരിക്കുന്നത്. ട്രസ്റ്റ് നിയമപ്രകാരം 3 കൊല്ലത്തിലൊരിക്കൽ തെരഞ്ഞെടുപ്പ് നടത്തണം, എല്ലാ കൊല്ലവും കണക്ക് വായിക്കണം എന്നൊക്കെയുള്ള നിയമം ഞങ്ങൾ ലംഘിച്ചപ്പോൾ ഞങ്ങളെല്ലാം തെറ്റുകാരായി. അത് നടക്കുന്ന തിരുമേനിയും തെറ്റുകാരനായി. അങ്ങനെ നിയമമാണ് തെറ്റുണ്ടാക്കുന്നത്, ശിക്ഷയുണ്ടാക്കുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത്. നിയമമില്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല. അപ്പം ആശ്രമത്തിന്റെ നിയമങ്ങൾ ഞങ്ങളെ കുറ്റക്കാരാക്കിയിരിക്കുന്നു. കുടുംബജീവിതത്തിന്റെ നിയമങ്ങൾ ഭാര്യാഭർത്തന്മാരെ കുറ്റക്കാരാക്കിയിരിക്കുന്നു. ദൈവ മക്കളും തമ്മിലുള്ളതായ ബന്ധത്തിലെ അകൽച്ചകളും വിടുതലുകളും സഭയിൽ നമ്മളെ കുറ്റക്കാരായിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ കുറ്റക്കാർ തന്നെ. അതിന് കാരണം നിയമങ്ങളാണ്. ആ നിയമം അനുസരിക്കാൻ നമുക്ക് കഴിവില്ലാത്ത നമ്മൾ ഏറ്റു പറയാമെങ്കിൽ കഴിവുള്ളവനായ യേശു നമ്മളെ തന്റെ ഉള്ളിലാക്കിയിട്ട് നമ്മുടെ പാപങ്ങൾ താൻ ശിക്ഷയേറ്റതിന് ശേഷം നമ്മൾ സൗജന്യമായി രക്ഷപ്പെട്ടിട്ട് യേശുവിന്റെ ചേരുമ്പോൾ ഒരു അവകാശവും പറയാനില്ലാതെ അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും. എല്ലാ നിയമങ്ങൾക്കും നന്ദി പറയാം. നിയമലംഘനങ്ങൾ ഉണ്ടായ കുറ്റങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖിക്കാം. എന്നാൽ യേശു കൃപായുഗത്തിൽ നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ച് തന്നോട് ചേർത്ത് സൗജന്യമായി നമ്മളെ രക്ഷിച്ച് തന്നോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന കൃപായുഗത്തിൽ വീണ്ടും നമ്മുടെ പാവങ്ങൾ ഒരിക്കലേക്ക് പറയാം, കർത്താവേ, നീ തന്ന നിയമങ്ങൾ കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും സ്വഭാവജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും ഞങ്ങളെ കുറ്റക്കാരാക്കിയിരിക്കുന്നു. അതിന് ശിക്ഷ വരേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ ഏറ്റോളാം. ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്ത നീ ഏറ്റവും നന്ദി. കുറച്ചേ ഞങ്ങൾക്ക് വരുന്നുള്ളൂ, അതിന് സന്തോഷത്തോടെ വഹിച്ചോളാം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ വിഷാദങ്ങളും നമ്മുടെ ദുഃഖങ്ങളും പാപത്തിന്റെ പ്രാർത്ഥനയിലേക്ക് ആനയിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, സ്നേഹവാനായ ദൈവമേ, സ്ലീബാ പെരുന്നാളിന് ശേഷമുള്ള 4-ാം ഞായറാഴ്ചത്തെ ആരാധനയിലാക്കാക്കിയുള്ള ഞങ്ങളുടെ ധ്യാനത്തിന് ഇന്ന് തുടക്കം കൊടുക്കാൻ നന്നായി ഭാഗ്യത്തിന് നന്ദി പറയുന്നു. ഇന്നവിടെ നീ ഇതെല്ലാ ഉപകാരങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശുകൾ വന്ന വഴികൾ തിരിഞ്ഞു നോക്കി അത് കർത്താവ് വഹിച്ചതുപോലെ വഹിച്ച് സഹിച്ച് കിരീടം പ്രാപിപ്പാനും ഉയർപ്പിന്റെ അനുഭവത്തിലെത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആത്മശരീര മനസ്സുകളിലെ പലവിധ രോഗങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വ്യാകുലങ്ങളും വിഷാദങ്ങളുമായി ഇവിടെ വന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതിന് മുറിക്കുന്നതിനിടയിൽ, അപ്പം മുറിച്ചതിനിടയിൽ, ആരാധനയ്ക്കിടയിൽ അവിടുന്ന് ഇന്ന് ഭാഗമായ ചിലർക്ക് കർത്താവ് സൗഖ്യം കൊടുത്തതിനെ അതിനെ സൂചിക്കുന്നു. ആ കിട്ടിയ സൗഖ്യം അധികം തിന്മയായി ഭവിക്കാതെ കർത്താവിന്റെ കുരിശിന്റെ ചുവട് വരെ നടക്കുവാൻ, ഉപയോഗിപ്പാൻ
അങ്ങനെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുവാൻ കർത്താവ് കണ്ണു തുറന്നു വരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനുള്ള ഹൃദയത്തെ വിശാലമാക്കുവാൻ എല്ലാം മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ടതായ തിരുവചനങ്ങൾ ഓർത്തിനെ സ്തുതിക്കുന്നു. 42-ാം സങ്കീർത്തനക്കാരൻ കോരഹിന്റെ മത്സരത്തിന്റെ പാപത്തിന്റെ വലിയ കെടുതികൾ അനുഭവിച്ച ആ കുഴിയുടെ വക്കത്ത് വെച്ച് അവർ മാത്രം വേദനിക്കപ്പെട്ട് അങ്ങനെ സങ്കീർത്തനം എഴുതാൻ ഇടയാക്കിയതുപോലെ ഞങ്ങൾ ഇന്ന് പൂർവ്വശാപത്തിന്റെയും കഴിഞ്ഞ കാലങ്ങളുടെയും ഞങ്ങൾ പ്രിയപ്പെട്ട പലരുടെയും ശാപം കൊണ്ട് പല വിധത്തിൽ പല മരണകരമായ കുഴിയുടെ വക്കത്താണ് ഞങ്ങൾ സമ്മതിക്കുന്നത്. അവിടെ നിന്നെല്ലാം ഞങ്ങൾ അടർത്തിയെടുത്ത് യേശുവിനോട് പറ്റിച്ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചാൽ അവൻ ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങളെ പഠിച്ചതിനാ നന്ദി പറയുന്നു. ഘോരപൂത്തന്മാർക്ക് ദൈവത്തോട് പറ്റിച്ചേരുവാനുള്ള വാഞ്ചയുണ്ടായിരുന്നതുകൊണ്ട് അവരെല്ലാവരും നടത്തി മാറ്റിയെടുത്ത് അവർക്ക് രക്ഷപ്പെടുത്തവർ സങ്കീർത്തനം എഴുതുന്ന സങ്കീർത്തനക്കാരായി മാറിയതുപോലെ ഞങ്ങളുടെയും കുരിശിന്റെ വഴികൾ രക്ഷയുടെ അനുഭവത്തിലെത്തിയിട്ട് ഞങ്ങൾ കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് കയറി ആ കർത്താവിന്റെ ആ പാറയിൽ കയറുന്ന സ്തുതിച്ച് ആ സ്തുതി കേട്ട് അനേകർ അന്യന്റെ സന്നിധിയിൽ വരുവാനിടയാത്ത കോണം ഞങ്ങൾ ഇന്നത്തെ വിഷാദത്തിന്റെ അനുഭവങ്ങളും നഷ്ടകഷ്ടങ്ങളുടെ അനുഭവങ്ങളും ഏകാന്തതയുടെ അനുഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരു ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് ആനയിക്കാനുള്ള ആ വഴികളാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനാണ് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് വന്ന് എല്ലാവരും കരുണ ചെയ്യണമേ. ഞങ്ങൾ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ തിരുവചനം ഇനിയും കേൾക്കാനിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. 42-ാം സങ്കീർത്തനം ഞങ്ങളുടെ അനുഭവമാകുവാൻ അവരെ കർത്താവിന്റെ ഉയർപ്പിന് മുമ്പ് തന്നെ പിതാവിൽ പ്രത്യാശ വെച്ച് നീർത്തോടുകളിലേക്ക് ചെല്ലാൻ ആഗ്രഹിച്ച പോലെ ദൈവത്തെ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് രക്ഷ കിട്ടിയതുപോലെ ഞങ്ങൾക്ക് എപ്പോഴും എല്ലാവരെക്കാളധികം യേശുവിനെ ആഗ്രഹിക്കുവാൻ കർത്താവും ഭർത്താവുമായ യേശുവിനോട് പറ്റിച്ചേരുവാനുള്ള വാഞ്ചങ്ങൾക്ക് തരുന്നതിനെ അതിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ വഹിച്ചുകൊണ്ട് യേശു മരിക്കുകയും ഉയർക്കുകയും സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ചെയ്തതിനെ അതിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാൽ കുന്തം കൊണ്ട് കുത്തേറ്റപ്പോൾ ഒഴുകിയതായ ആ രക്തത്തിൽ നിന്നാണ് ഞങ്ങൾ ജനിച്ചതായതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ആ മാറിൽ എത്തിച്ചേരുന്നവരെ ഇയാൾ സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾ ഞങ്ങൾ എവിടെ നിന്ന് എടുക്കപ്പെട്ടു ആ മാറിൽ എത്തിച്ചേരുന്ന എന്നുള്ള പ്രേരണ ഞങ്ങൾക്ക് തരുന്നതിന് അതിനെ സൂചിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ശരീരപ്രകാരം കണ്ടിട്ടില്ലെങ്കിലും യേശു ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ ആത്മാക്കൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിരിക്കുന്ന ആ യേശുവിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ആത്മാക്കൾ വീണ്ടെടുക്കപ്പെട്ട പ്രാണനുള്ളതുകൊണ്ട് ആ പ്രാണൻ പൂർണ്ണതയിലെത്തുവാൻ രക്ഷാപൂർത്തിക്കായി കാത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാ വർഷങ്ങളും പൂർണ്ണതയിലെത്തി യേശുവിന്റെ വരവെങ്കിൽ ഞങ്ങൾക്ക് പറക്കുവാനും യേശുവിനുള്ളിൽ എത്താനും യേശുവിനോട് ചേരുവാനും യേശുവിന്റെ അസ്ഥിയും മാംസമായി ചേരുവാനും ഞങ്ങൾ ഏത് മാറിൽ നിന്ന് എടുക്കപ്പെട്ടോ ആ മാറിൽ അണയുന്നതുവരെ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലെന്നും ആ മാറിൽ എത്തിച്ചേരാനുള്ള വഴികളാണ് കുരിശിന്റെ പാതയെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് പ്രത്യാശ തന്നതിനാൽ നന്ദി പറയുന്നു. വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ.